അരികിൽ രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ കൂടി വരാന്ന്. ഭ്രാന്തി പിടിച്ച് നടക്കുന്നമാരുള്ള കാലാ. സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് വന്നപ്പോൾ മുതൽ വിഷൻ പറയാൻ തുടങ്ങിയതാണ്. ഒരച്ഛൻ്റെ ആദി ആ വാക്കുകളിൽ തെളിഞ്ഞു കാണാം. ഞങ്ങൾക്ക് അതിനൊന്നും പറ്റിയില്ലല്ലോ അച്ഛാ. അച്ഛൻ വെറുതെ ടെൻഷൻ അടിച്ച് BP കൂട്ടരുത്. എങ്ങനെ പേടിക്കാതിരിക്കും മോളെ? നഷ്ടപ്പെട്ടു പോയ എൻ്റെ വേദിക്ക് പകരം എനിക്ക് കിട്ടിയതാ ഇവളെ. ആ നിങ്ങൾക്ക് ഇനി ഒരു അപകടം കൂടി എനിക്ക് സഹിക്കാൻ കഴിയൂ? മോളിക്കുട്ടിയെ ചേർത്ത് നിർത്തി വിഷ്ണു പറയുമ്പോൾ ഇന്ന് താനും സനാഥയാണെന്ന ചിന്ത അവളിൽ സന്തോഷം നിറച്ചു. എൻ്റെ അച്ഛ, എല്ലാ കാലത്തും അവരെ പോലെ ആരെങ്കിലൊക്കെ കാണുന്ന കരുതി അവരെ പേടിച്ച് എപ്പോഴും നമുക്ക് വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റുമോ? പ്രതികരിക്കാനെടുത്ത് പ്രതികരിക്കുക തന്നെ വേണം. ഞാൻ എൻ്റെ ആവലാതി കൊണ്ട് പറഞ്ഞു പോയതാ. എനിക്ക് പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണെന്നറിയോ? എൻ്റെ ഈ പുലിക്കുട്ടികളല്ലേ അവരെ പിടിച്ചത്. സത്യത്തിൽ ഇവർ മണൽ വാരി എറിഞ്ഞില്ലെങ്കിൽ ഞാനവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന് പോയതിന് എനിക്ക് നിങ്ങളോട്ട് ഒത്തിരി അഭിമാനം തോന്നും ഉമ്മ. സത്യം, ഞാൻ ഒത്തിരി വഴക്ക് പറയെങ്കിലും നമ്മളെയൊക്കെ കാര്യങ്ങൾ ഇവർക്കുണ്ട്. ഇന്നത്തെ സ്റ്റാർസ് നിങ്ങൾ തന്നെ. പാപ്പ പോയപ്പോൾ പറഞ്ഞല്ലോ, ഞാനും അന്നക്കുച്ചും വേനെ നിങ്ങളെ നോച്ചാനെ അയോനെ ഞങ്ങൾ അവരെ കനിൽ മഞ്ഞിട്ടേ. ആന് സത്യത്തിൽ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഐസ്ക്രീം പോയി. അത് പറയുമ്പോൾ രണ്ടാൾക്ക് നല്ല വിഷമുണ്ട്. പോയ ഐസ്ക്രീമിന് പകരം വേറെ നല്ല സൂപ്പർ ഐസ്ക്രീം വാങ്ങിത്തരാൻ രണ്ടാൾക്കും അത് പോരെ? മായി ഉമ്മ. നടന്ന കാര്യങ്ങൾ ജോയിയേൻ്റെ എവിയെ വിളിച്ച് പറയാൻ മറക്കണ്ട. ഇച്ചാനെ എപ്പോഴും അറിഞ്ഞു കാണും. ഇനി ഇങ്ങോട്ട് വിളിയപ്പം വരുമെന്ന് നോക്കിയാൽ മതി. 100 ആയുസ അവനാ വിളിക്കുന്നത്. നീ കാര്യം പറയേ, ഞാൻ പിള്ളേരുടെ വേഷം മാറ്റട്ടെ. മോളിക്കുട്ടി തന്ന ഫോൺ വാങ്ങി വൈകി മുറിയിലേക്ക് നടക്കുമ്പോൾ വിഷൻ മനസ്സാൽ ദൈവത്തിന് നന്ദി പറഞ്ഞു. എൻ്റെ ഇച്ഛായ, ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റിയില്ല. അവന്മാർ നല്ല ഫിറ്റായിരുന്നു. ഞങ്ങളുടെ അടുത്തേക്ക് വന്നെന്നുള്ളത് സത്യം. അപ്പോഴേക്കും ഇവിടുത്തെ പുലിക്കുട്ടികൾ 3നെയും കണ്ണിലും മണൽ വാരിയിട്ടില്ലേ? പിള്ളേർക്ക് നിങ്ങളെക്കാൾ ബുദ്ധിയുണ്ട്. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അവരെയും കൊണ്ട് തനിയെ പോവരുതെന്ന്. നിങ്ങളുടെ കയ്യിൽ 2 പേരും നിൽക്കില്ല. അച്ഛനെ കൂടി വിളിക്കാൻ വയ്യായിരുന്നോ? അതൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ല. പിള്ളേരെ 2 ദിവസം കൊണ്ട് വല്ലാതെ ബോറടിച്ചെന്ന് കരുതിയ പുറത്തേക്ക് കൊണ്ടുപോയത്. മോളിക്കുട്ടിയും മടുത്ത് കാണില്ലെന്ന് കരുതി ഒത്തപ്പോൾ ഞാനും പോവാന്ന് കരുതി. എന്തായാലും കംപ്ലൈൻറ്റ് കൊടുത്തത് നന്നായി. ഞാനൊന്ന് വന്നോട്ടെ. അവന്മാർക്കുള്ളത് പലിശ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നത്തേക്ക് വരും? ഇനി ഒരു 4 ദിവസം കൂടി മതി. അതുവരെ നിങ്ങൾ പിള്ളേരെയും കൊണ്ട് എങ്ങും പോവണ്ട. ഞാൻ വന്നിട്ട് ഒന്നിച്ചു പോവാം. കഴിച്ചായിരുന്നോ? ഇല്ല, സമയമാകുന്നില്ലേ ഉള്ളൂ. പിള്ളേരെന്തേ? അവർക്ക് ഫോൺ കൊടുത്തേ. മേല് കഴുകുക. ഞാൻ പിന്നെ അവരെ കൊണ്ട് വിളിപ്പിക്കാം. പിന്നെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ലെന്നേ, അതിലൊരുത്തം പിടിച്ച് നിലത്തേക്ക് തള്ളിയായിരുന്നു. പക്ഷെ ഒന്നും പറ്റിയില്ല. ഈ ചായനൊന്നും ഓർക്കണ്ട. പോയ കേസ് വേഗം തീർത്തിട്ട് വാ. എനിക്ക് കാണാൻ തോന്നും മനുഷ്യ. എന്നാ പിന്നെ ഞാൻ ഇപ്പം തന്നെ അങ്ങ് വരാം. വേണ്ടായി, എല്ലാം തീർത്തിട്ട് വന്നാൽ മതി. ഞാൻ ഈ ആഴ്ച കൂടിയേ കോളേജിൽ പോകുന്നുള്ളൂ. നീ പിള്ളേർ ഫ്രീ ആകുമ്പോൾ വിളിക്കണേ. എൻ്റെ പുലിക്കുഞ്ഞുങ്ങളെ നേരിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ. പുലിയും പൂച്ചയും എല്ലാം ഇവിടെ തന്നെ കാണും. സാറ് ജോലി തീർത്തിട്ട് വായോ. കുറെ നേരമായാലും നിന്ന് കുറുകാൻ തുടങ്ങിയിട്ട്. ഇനി ഞാൻ എൻ്റെ പെണ്ണിനെ കുറിച്ച് കൊഞ്ചട്ടെ. ഫോണിങ് താ. വേണേ പോയി അവളുടെ ഫോണിൽ വിളിക്കടാ. ഇത് ഞാൻ എൻ്റെ പെണ്ണിനെ വിളിച്ചതാ. അതിന് അവളെന്നെ ബ്ലോക്കാക്കി വെച്ചേക്കുമല്ലേ. ഫോണിനപ്പുറം ജോയിയുടെ ശബ്ദം കേട്ടതും വൈകം മനസ്സിലാകാതെ നിന്നു. ജോയച്ചന് കൂടെയുണ്ടോ? ഈ ചാനപ്പോൾ കേസ് അന്വേഷിക്കാനല്ലേ പോയത്? ഈ കേസ് ഞാനും കൂടി അന്വേഷിക്കുന്നത്. സത്യം പറഞ്ഞോ, 2 പേര് എവിടെയാ? ജോയിച്ചായ നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പോയതല്ലേ? എന്നിട്ട് ഇച്ചായൻ്റെ കൂടെയാണോ അതോ ഈച്ചായ നാട്ടിലാണോ? എല്ലാം നേരിട്ട് വിശദമായി പറഞ്ഞു തരാം. നീ ഇപ്പോൾ ഫോൺ മോളിൽ കൂടി കൊടുക്ക്. ഇല്ലേ ഇവനെന്നെ പിടിച്ച് വിഴുങ്ങും. 2ൻ്റെ കള്ളത്തരം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കോ, ഞാൻ കൊടുക്കാം. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കോച്ചേ? ഇല്ല, ഞാൻ അതെ അവൾക്ക് കൊടുക്കാം. വൈക ഫോണുമായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ കുറുമ്പുകൾ 2 മേലെ കഴുകി തോർത്തു നിൽപ്പാണ്. 2നെയും മെഴുക്കി എടുത്തിട്ടുണ്ട്. ബീച്ചിലെ സകല മണൽ ഇതുങ്ങളുടെ ദേഹത്തുണ്ടായിരുന്നു. എന്നാലേ ഞാൻ ഡ്രസ്സ് ഇടിച്ചോളാം. നിനക്ക ഫോണ്. മോളിക്കുട്ടി ഫോൺ വാങ്ങി പോയതും വൈകി പിള്ളേർ ഒരുക്കാൻ തുടങ്ങി. പറയടാ. ഡേവിയല്ല, ഞാനടി ഭാര്യയെ. നിങ്ങളെന്താ മനുഷ്യ അവൻ്റെ കൂടെ? അവനെ കൂടി വഴിതെറ്റിക്കാൻ ഇറങ്ങിയതാണോ? നീ അതിനെന്നെ ബ്ലോക്ക് ചെയ്തേ. നിങ്ങളെ ബ്ലോക്കല്ല, ഡിവോഴ്സാ ചെയ്യേണ്ടത്. എൻ്റെ കൊച്ചിനോർത്താ ഞാനത് ചെയ്യാത്തത്.
ഞാനതിന് എന്നാടി ചെയ്തത്? ഒന്നും ചെയ്തില്ലേ? ഇന്നലെ വിളിച്ചപ്പോൾ നിങ്ങൾ എന്നതാ മനുഷ്യ പറഞ്ഞത്? ശല്യം ചെയ്യാതെ ഞങ്ങളെ ഒന്ന് ഉറങ്ങാൻ വിടടിയെന്ന്. പോരാതിന് ഞാൻ ഉള്ളതിനേക്കാൾ സുഖം അവിടെയാണെന്ന് അല്ലേ? നിങ്ങൾ അവളുടെ കൂടെ ഒന്ന് പൊറുതി തുടങ്ങിക്കോ. ഞാനും കൊച്ചി ഇനി അങ്ങോട്ടില്ല. തേങ്ങ എടി, അത് ഞാനും ഡെവിയാ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വന്നത്. ഉറക്കത്തിൽ വിളിച്ചാൽ എനിക്ക് ഭ്രാന്താന്ന് എനിക്ക് അറിയാലോ. അതിനവൾ ഫോൺ ബ്ലോക്ക് പോയേക്കുന്നു. എന്നാൽ അത് പിന്നെ പറഞ്ഞൂടെ? ഞാൻ അറിഞ്ഞു. നിനക്ക് ഞാനൊരു ദൂതയച്ചിരുന്നു, കിട്ടിയില്ലേ? ഉള്ളിടത്തെല്ലാം ബ്ലോക്ക് ആക്കിയിട്ടാ അവൾ അറിയിച്ചില്ല പോലും. അത് പിന്നെ നിങ്ങൾ ഞങ്ങൾക്ക് ഉറങ്ങണം എന്നെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ കരുതി. നീ കുറെ കരുതും. അതെങ്ങനെയാ? വെളിയും വെള്ളിയാഴ്ച ഇല്ലാത്തതിനൊക്കെ കെട്ടിയാൽ ഇങ്ങനെ ഇരിക്കും. ചക്ക എന്ന് പറഞ്ഞാൽ കൊക്കേനെ കേൾക്കൂ. എന്നാ പിന്നെ നാലുവൃത്തിയെ കെട്ടി കൂടെ പൊറപ്പിക്ക്. എന്നോട് മിണ്ടാ വരണ്ട, ഇനി എന്നെ വിളിക്കുകയും വേണ്ട. പറഞ്ഞ അവസാനം എത്തിയപ്പോഴേക്കും മോളിക്കുട്ടിയുടെ ശബ്ദം വിട്ടിരുന്നു. എടിയേ ഏടിയേ എന്നതാ? ഞാൻ വെറുതെ പറഞ്ഞതാ അല്ലയോടി. ഇതിനെല്ലാം ഇങ്ങനെ സങ്കടപ്പെടുന്നവളല്ലല്ലോ എൻ്റെ പെണ്ണ്. നീ എൻ്റെ ടാൻസി റാണിയല്ലേ? ഞാൻ ആടെ ഒന്നുമല്ല. അയ്യോ അങ്ങനെ പറയരുത്. നീ എൻ്റെ മോളിക്കുട്ടിയല്ലേ? നിനക്ക് വല്ലതും പറ്റിയായതടിയെന്ന്? ഒന്നും പറ്റിയില്ല. പറ്റിയതല്ല അവന്മാർക്കാ. കണ്ണും നിറയെ മണലും കൊണ്ടാ മൂന്നും പോയേക്കുന്നത്. നീ ഹാപ്പി അല്ലേടി? ആണിച്ചായ. കൊച്ചുങ്ങൾ എന്നെ എടുക്കുക, അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നിങ്ങളാരും എങ്ങും പോകണ്ട. ഞങ്ങൾ വന്നിട്ട് ഒന്നിച്ച് പോകാം. ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. അതൊക്കെ പോട്ടെ, നിങ്ങൾ അവിടെ ഡെബിയുടെ കൂടെ എന്നെ എടുക്കുക മനുഷ്യ. അവനേതോ കേസിന്റെ പിറകെ പോയതല്ലേ? അവിടെ നിങ്ങൾക്ക് എന്നതാ കാര്യം? ഈ കേസിൽ എനിക്കെതിരെ കാരണം നീ കൂട്ടിക്കോ. അതെന്നാ, നിങ്ങളാണോ പ്രതി? ഇനി അതുകൂടിയേ വരാനുള്ളൂ. ഈ കണക്കിന് പോയാ ഞാനൊരു പ്രതിയാവും. എനിക്ക് അപ്പോഴേ ഉറപ്പായിരുന്നു നിന്റെ മുന്നിൽപ്പെട്ട അവന്മാര് ജീവൻ കൊണ്ട് ഓടത്തേ ഉള്ളൂ എന്ന്. ഞാനൊരു വിശ്വാസത്തിലങ്ങ് ജീവിക്കുമല്ലേ. നിങ്ങളിങ്ങ് വാ കേട്ടോ, വെച്ചിട്ടുണ്ട് ഞാൻ. അത്രയും പറഞ്ഞ് ഫോണ് വെക്കുമ്പോൾ മോളിക്കുട്ടിയിൽ ആരെയും അയക്കുന്നൊരു ചിരിയുണ്ടായിരുന്നു. ദൂരങ്ങൾക്കപ്പുറം ജോയിലും അതേ ചിരി വിരിയുമ്പോൾ ഇതും ഒരു പ്രണയം, അകലെയെങ്കിലും അരികിലുള്ള പ്രണയം. ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കാതെ ഇവിടെ വന്ന് വല്ലതും ഇരിക്കടാ. എടാ, ഞാൻ ആലോചിക്കുവായിരുന്നടാ, മോളിക്കുട്ടി അല്ലാതെ വേറെ ആരടാ എന്നെ ഇതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളത്? അവളുടെ കാര്യമോർത്ത് ഞാൻ എന്തുമാത്രം ടെൻഷനിലാണെന്ന് അവൾക്കറിയാം. എന്നിട്ട് എത്ര പെടുന്ന അവളെന്നെ മൂട് മാറ്റിയത്. സത്യം പറഞ്ഞാ എനിക്ക് അവളോട് വല്ലാത്ത പ്രേമാടാ. ഈ ലോകത്തെങ്ങും അല്ലാതെ പറയുന്നവനെ കാണേ ഡേവി ചിരിച്ചു. അത് ശരിയാ, നിങ്ങൾ രണ്ടും പെർഫെക്റ്റ് മാച്ചാണ്. ഈനാമ്പച്ചിക്ക് മരപടി കൂട്ടെന്ന് പറയുന്നത് പോലെ രണ്ടിനെയും ഒന്നിച്ച് വാർത്തിട്ട് കർത്താവ് അച്ഛൻ പൊളിച്ചു വെച്ചെന്നാ കേട്ടത്. അത്രക്ക് പൊരുത്തല്ലേ? ഞാനും എൻ്റെ പെണ്ണ് ഇങ്ങനെയൊക്കെയാ. ഞങ്ങൾക്ക് ഇങ്ങനെ ചക്കരയെ മുത്തൊന്നും വിളിക്കാൻ വയ്യേ. ദിവസവും പരസ്പരം രണ്ട് വഴക്ക് പറഞ്ഞില്ലേലേ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ലടാ. ഡേവി എപ്പോഴും ചിരിക്കുകയല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. മോൻ കൂടുതലും മിണ്ടണ്ട. സ്റ്റേഷനിൽ നിന്ന് കോള് വന്നപ്പോൾ തൊട്ട് മൂടിൽ തീ പിടിച്ചതുപോലെയല്ലേ നീ ഇവിടെ നടന്നത്? വന്ന കാര്യം നിർത്തി പോവാതെ ബാഗ് വരെ പാക്ക് ചെയ്ത് ആ നീ വൈകിയോടൊന്ന് സംസാരിച്ചപ്പോൾ ധൈര്യം ചിരിക്കുന്നു. ഇത് മറ്റൊരു പ്രണയം. എക്സാക്ട്ലി. പ്രണയം ഓരോ മനുഷ്യരിലും ഓരോ രീതിയിലാണ്. ഒരു പ്രണയത്തിലും വിശ്വസിച്ച ആളല്ല ഞാൻ. ഐ ഡോണ്ട് ഈവൻ ഐ നോ വാട്ട് ഇറ്റ് ഈസ് ബട്ട് നൗ ദാറ്റ് ഐ ഹാവ് ഫൗണ്ട് ഇറ്റ്. ഇതാണ് പറയുന്നത് പ്രേമം മുത്താലും വട്ടാവൂന്ന്. നിനക്ക് പിന്നെ ഓൾറെഡി ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. മിണ്ടാതെ വന്ന് കിടക്കടാ, നാളെ വെളുപ്പിന് പോവാനുള്ളതാ. ഡാ, വൈകിയാണെന്ന് പറഞ്ഞ് എന്നെ ഒന്നും ചെയ്തേക്കരുതേ. എനിക്കത് നിന്നോടാ പറയാനുള്ളത്. ഇന്നത്തെ പോലെ മോളിക്കുട്ടി കൊങ്ങക്ക് പിടിച്ചെന്നും പറഞ്ഞ് എൻ്റെ പിഴല് പിടിച്ചാ ചാവട്ടി നാട് കൊടുക്കും ഞാൻ. വേണ്ടടാ, എല്ലാം കണക്കാ. നീയും അവളല്ല. ഞാനീ മൂലയിൽ പാവിരിച്ച് കിടന്നോളാം. ഇനി അവള് സ്വപ്നത്തിൽ വന്ന് പേടിപ്പിക്കാതിരുന്നാ മതി. മോളിക്കുട്ടി അവൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്ന് ഡേവി ചിരിയോടി ഓർത്തു. ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിച്ച് രണ്ടുപേരും ഉറക്കത്തിലേക്ക് വീണു. എല്ലാം ശരിയായോടി, അതോ ഇനിയും പോവേണ്ടി വരുമോ? ആദിയുടെ സ്കൂളിൽ നിന്നും വന്ന വൈകിയെ നോക്കി മോളിക്കുട്ടി ചോദിച്ചു. കിട്ടാതെ പിന്നെ. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ പോലെ ഒരു പേരന്റ് ഉണ്ടായിരുന്നു. അവരും ഇതുപോലെ ഫാമിലി ആയിട്ട് മുംബൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അതിനാ കുഞ്ഞിനെ TC വാങ്ങാൻ വന്നതാ. പ്രിൻസിപ്പാളും ടീച്ചേഴ്സിനെല്ലാം എന്ത് വിഷമാണെന്നോ മുഖത്ത്. അവർക്കതിനെ പറഞ്ഞു വിടാൻ വയ്യെന്നേ. അയ്യോ, ആദിയുടെ TCനെ അവർ തരത്തില്ലെന്ന് വല്ലതും പറഞ്ഞു. ബെസ്റ്റ്. ഞാൻ ആദിയുടെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് എന്നെ നോക്കിയൊരു നോട്ടുണ്ട്. അതിലുണ്ട് എല്ലാം. TC എന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരുടെ മുഖം നീ ഒന്ന് കാണായിരുന്നു. ഏതാണ്ട് ലോട്ടറി അടിച്ചതുപോലെ. എനിക്ക് തോന്നുന്നത് ഇത്രയും വേഗം ആ സ്കൂളിൽ ആർക്കും TC കിട്ടി കാണില്ല. അത്രക്ക് സ്പീഡായിരുന്നു എല്ലാവർക്കും. മോളിക്കുട്ടി ചിരി കടിച്ചു പിടിച്ച് റൂമിലിരുന്ന് കളിക്കുന്ന ആദിയെ നോക്കി. എവിടെ പുള്ളിക്കാർ ഇതൊന്നും അറിഞ്ഞിട്ട് കൂടിയില്ല.
അന്നയുടെ സ്കൂൾ എങ്ങനെയാ, സ്ട്രിക്റ്റ് ഒക്കെ ആണോ? ഈ രണ്ടിനും ഒരേ ക്ലാസ്സിലാകണമെന്ന് ഓർക്കുമ്പോൾ തന്നെ പേടിയാ എനിക്ക്. കോച്ചിങ്ങളല്ലേടി, ഈ പ്രായത്തിലല്ലാതെ എപ്പോഴാ അവർക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നത്? പക്ഷേ നീ ഇപ്പൊ പറഞ്ഞതിൽ എനിക്ക് നല്ല പേടിയുണ്ട്. ആ കുഴപ്പമില്ല, എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ഓടി ചെല്ലാൻ ആളുകളുണ്ടല്ലോ, അത് മതി. രണ്ട് പപ്പന്മാരും നോക്കിക്കോളും. നിനക്ക് ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടോടി? ഞാൻ നാളെയും കൂടിയേ ഉള്ളൂ കോളേജിൽ, അത് കഴിഞ്ഞ് ഞാനുണ്ട് ഇവിടെ. എനിക്കിവിടെ എന്നാ ബോറടിയാ? എണീക്കുമ്പോൾ തൊട്ട് കിടക്കുന്നത് വരെ ഇതേ ഈ രണ്ടെണ്ണത്തിന് തീരാത്തത്ര സംശയങ്ങളാണ്. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ എന്ത് ബോറടി. അമ്മച്ചി വിളിച്ചായിരുന്നോ? ആ വിളിച്ചു. പിള്ളേരെ കിട്ടിയതിൽ പിന്നെ അമ്മച്ചിക്ക് നമ്മളൊക്കെ ഔട്ടാണ്. എത്രയും വേഗം അവിടേക്ക് ചെല്ലാൻ പറഞ്ഞാ വെച്ചത്. അവർ നാളെത്തെന്ന് പറഞ്ഞ് ചായം വിളിച്ചായിരുന്നു, വന്നിട്ട് സംസാരിക്കാം. ഇങ്ങനെ നിർത്താനാണോ താൻ വരാൻ പറഞ്ഞത്? ഒന്ന് വെയിറ്റ് ചെയ്യ് സാറേ, രണ്ടുപേര് കൂടി വരാനുണ്ട്, അവരിപ്പോൾ എത്തും. ഇന്നായിരുന്നു കോളേജിലെ വൈകിയുടെ അവസാന ദിവസം. ടീച്ചേഴ്സിനോടും സ്റ്റുഡൻസിനോടും യാത്ര പറയുമ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ അവളിലൂടെ കടന്നുപോയി. എല്ലാവർക്കും നല്ലൊരു ചിരി സമ്മാനിച്ചവൾ അവിടുന്ന് ഇറങ്ങി. വൈക പറഞ്ഞതനുസരിച്ച് ബീച്ചിൽ വന്നതാണ് വരുണ്. അവരുടെ അടുത്തേക്ക് വരുന്ന ബാമയെ കണ്ടതും വൈക ചിരിയോടെ നിന്നു. ഓ സോറി, ഇടയ്ക്ക് ട്രാഫിക്ക് പെട്ടുപോയി. നിങ്ങൾ ഒത്തിരി നേരമായോ വന്നിട്ട്? ഏയ് ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇനി ആരോടോ വരാനുള്ളത്? അത് ഓയ് മിസ്സേ, ഞാനെത്തിയേ. അവരുടെ അടുത്തേക്ക് ഓടി വരുന്ന കീർത്തിയെ കണ്ടതും വരുൺ ബാമയെയും വൈകിയെയും മാറി മാറി നോക്കി. കീർത്തി എന്താടി ഇവിടെ? വരുണിന്റെയും കീർത്തിയുടെയും കാര്യം അറിയാത്തത് കൊണ്ട് അവർക്കിടയിൽ കീർത്തിക്ക് എന്ത് കാര്യം എന്ന രീതിയിൽ ബാമ ചോദിച്ചു. പറയാം, നിങ്ങൾ 3 പേരോടാണ് എനിക്ക് ആ കോളേജിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടുപ്പം. ഇന്നലെ ലാസ്റ്റ് ഡേ ആയിരുന്നില്ലേ കോളേജിൽ? അധികം വൈകാതെ തന്നെ ഞാൻ ഇവിടുന്ന് പോകും. അതിനു മുമ്പ് നിങ്ങൾക്കൊരു ട്രീറ്റ് തരാമെന്ന് കരുതി. ഇതൊന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ക്യാൻറ്റീനിൽ ഉണക്ക ഫുഡ് കഴിക്കുമായിരുന്നു മിസ്സേ. ഈ വയറുമായി നിങ്ങളുടെ കൂടെ വന്നിട്ട് ഇനി എന്ത് കാര്യം? കഴിക്കുന്നത് നോക്കിയിരിക്കാം, അതെ നടക്കും. എന്നാൽ ഇത് വല്ലതെ ചാതിയായി പോയി. നീയൊന്നും മിണ്ടാതിരിക്കാദ്യം. ബാമയാണെങ്കിൽ ഇത് ഞാൻ പറയാൻ വന്ന ഡയലോഗ് അല്ലേ എന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുവാണ്. അതിന് ഇന്നല്ല കീർത്തി, മറ്റന്നാൾ സൺഡേ അല്ലേ. സോ 3 പേര് ഫ്ലാറ്റിലേക്ക് വരണം, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ഇതാ ഫോണിൽ കൂടി പറഞ്ഞാൽ പോരായിരുന്നടോ, ഇവിടെ വരെ വരണമായിരുന്നു. അത് തന്നെ, നീ വെറുതെ ഇവരെവിടേക്ക് വിളിക്കേണ്ടിയിരുന്നില്ല. സത്യത്തിൽ കീർത്തിയ എന്നോട് പറഞ്ഞത് സാർ അവളോട് ഇവിടേക്ക് വരാൻ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ബീച്ചിൽ വെച്ച് കണ്ടപ്പോൾ വരെ മിസ് ചെയ്ത്. ചോദിച്ചു നോക്ക്. വരുണാണെങ്കിൽ നാണം കെടുത്തോർത്ത് കീർത്തിയെ നോക്കി പല്ല് കടിച്ചു. അവൾക്കിതൊക്കെ എന്ത്? അതോ നിങ്ങളുടെ പ്രൈവസിയിലേക്ക് വന്നത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ? ആ ബെസ്റ്റ്. മിസ് എന്തുവായി പറയുന്നത്? ഏതൊരു പോർഷൻ പറഞ്ഞു തരാൻ വരാൻ പറഞ്ഞത്. കഴിഞ്ഞ വട്ടം ഞാനും ഓരോ സ്വപ്നം കണ്ടൊക്കെ വന്നതാ. കണ്ടപ്പാട് എന്നോട് ബ്രെയിൻ ട്രീ എന്തുവാന്ന് ചോദിച്ച മനുഷ്യനായി നിൽക്കുന്നത്. വരുണാണെങ്കിൽ ഏത് നേരത്താണോ ഇതിനെടുത്ത് തലയിൽ കയറ്റി വെക്കാൻ തോന്നിയതെന്ന് ആലോചിക്കുമ്പോൾ വൈക ചിരി അടക്കി വെക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിലൊന്നും പെടാതെ പൊട്ടന ആട്ടം കാണുന്നത് പോലെ ബാമയെല്ലാം കണ്ടതിൽ കൊണ്ട്. സൺഡേ അല്ലേ, വരാം. അപ്പൊ നിങ്ങൾ പോവല്ലേ? ഇപ്പോഴേ പോവല്ലേ? എനിക്കിനിയും പറയാനുണ്ട്. മിസ്സിന് അറിയോ, ഞാനൊരു കൊറിയൻ സീരീസ് കണ്ട് പ്രേമമൂത്തി ഇങ്ങനെ വീഡിയോ കോള് വിളിക്കും. എന്നെ തളർത്തുന്നത് പോട്ടെ, ആ പാതിരാത്രി ഞാൻ എൻട്രോപ്പി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞില്ലേ വീഡിയോ കോള് വിളിച്ചുകൊണ്ട് എന്നെ കൂടെ എൻബോഷൻ എഴുതിക്കും. മാടത്ത് മിസ് ഈ ജീവിതം. കോളേജിൽ ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കുന്ന ആർക്കെങ്കിലും ഇതിനെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാ. കുറച്ച് അവരോട് അനുഭവിക്കട്ടെ എന്നെ. കീർത്തി ബെല്ലും ബ്രേക്കും ഇല്ലാന്ന് പറയാൻ തുടങ്ങിയതും വൈകി ദയനീയമായി വരുണിനെ നോക്കി. അത് കീർത്തിയെ ഓർത്താണോ അതോ വരുണിനെ ഓർത്താണെന്ന് മാത്രം വ്യക്തമല്ല. ബാബയാണെങ്കിൽ അവരെ 2 പേരെയും വിട്ട് വൈകിയാണ് നോക്കുന്നത്. ബാബ മിസ് സിംഗിൾ അല്ലേ? റെഡി ടു മിംഗിൾ ആണെങ്കിൽ ഈ മുതലിനെ ഞാൻ ഫ്രീ ആയിട്ട് തരാം. ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് കരുതിയതും കീർത്തിയെ വലിച്ചുകൊണ്ട് വരുൺ അവിടുന്ന് പോയിരുന്നു. വൈകിയാണെങ്കിൽ അതുവരെ പിടിച്ചു വെച്ച ചിരി പുറത്തേക്ക് വിട്ടു. സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത്? വരുൺ സാർ കീർത്തിയും തമ്മിൽ ഇതൊക്കെ എപ്പോ? ഇലക്ട്രിക്കലിൽ പുതുതായി വന്ന സാറിന്റെ പിന്നാലെ പോകാതെ ഇടകുന്ന ചുറ്റിനും നോക്കിയാൽ മനസ്സിലായേനെ. നിനക്കും വരുൺ സാറിനോട് ക്രഷ് ഉണ്ടായെന്നല്ലോ, ഒന്ന് നോക്കുന്നോ? അവള് പറഞ്ഞത് കേട്ടില്ലേ? എന്തിനാ വെറുതെ വേണ്ടാത്ത പണിക്ക് പോകുന്നത്? ഒരു കാര്യത്തിൽ നീ ലക്കിയാണ്, നിന്റെ മനസ്സിന് പറ്റിയ ആളെ കിട്ടിയില്ലേ. എങ്ങനെ വരുൺ സാറിനായിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ പറഞ്ഞ് നിന്റെ ജീവിതം കോഞ്ഞാട്ടി ആയേനെ. എടിപ്പോട്ടി, സാറിന് വട്ടായിട്ടൊന്നുമല്ല അവളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും കീർത്തി ഇപ്പോഴും സാറിന് സ്റ്റുഡൻ്റാണ്. ഒരിക്കലും ഈ ഇഷ്ടം കൊണ്ട് അവളുടെ പഠിത്തത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാവരുതെന്ന് കരുതിയ ആ പാവതൊക്കെ കാണിക്കുന്നത്. എൻ്റെ ഒരു വീക്ഷണത്തിൽ കീർത്തി പ്രേമം പൊക്കി പിടിച്ചുകൊണ്ട് വരുമ്പോൾ സാർ ഇന്ന് വേർക്കും. അതറിയാതിരിക്കാനാ
പുള്ളി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്തായാലും ഇന്ന് അതിനൊരു തീരുമാനമായിക്കോളും. ഓ അങ്ങനെയാണെങ്കിലും ഓക്കെ. ചുമ്മാതല്ല അങ്ങനെ നിന്നെ തന്നെ വളക്കാൻ നോക്കിയത്. എത്ര പെട്ടെന്നാണ് നീ സാധനം മനസ്സിലാക്കിയത്. നല്ല മനുഷ്യനല്ലേ. സത്യത്തിൽ നിന്റെ പേര് ബാമ എന്നല്ലായിരുന്നു ഇടേണ്ടത്. പിന്നെ ഓന്ത്. ഇത്രയും നേരം പറഞ്ഞത് എന്ത്, ഇപ്പൊ പറയുന്നത് എന്ത്? എത്ര പെട്ടെന്നാ അവൾ പ്ലേറ്റ് മാറ്റിയത്. ആ അതൊക്കെ ഒരു കഴിവാണ് കുട്ടി. എന്നാലും ഞാൻ ആലോചിക്കുന്ന അതല്ല. ആ വരുൺ സാറിന് ഏത് ഗുളിക കയറിയ നേരത്താണാവോ അവളെടുത്ത് തലയിൽ വെക്കാൻ തോന്നിയത്. ആ ഇനി ഒന്നും കിട്ടിയില്ല അത് പറയും. ഈ ഒച്ചപ്പാടുണ്ടെന്നേ ഉള്ളൂ. അവൾ പാവാണ്. ഞാൻ അവരോട് രണ്ടുപേരോട് സംസാരിച്ചതാ. നമുക്ക് കണ്ടുപരിചയമുള്ളത് മാത്രമല്ലല്ലോ പ്രണയം. അവരുടെ ഉള്ളില് ആ ഇഷ്ടമുണ്ട്. കീർത്തി നല്ല കൊച്ചാ. സാറും രണ്ടാളും ചേരും. എനിക്കിനി എന്താണാവോ നിനക്ക് കിട്ടുന്നത്. ആ ഇലക്ട്രിക്കലിലെ സാറില്ലേ അപ്പോ? അയാളും കെട്ടിയതാടി. നിന്റെ ഒടുവിൽ ഇനിയൊരു ചുള്ളൻ സാറാ വരുന്നെന്ന് കേട്ടു. സൂസൻ മിസ് പണ്ട് HOD ആയിരുന്ന കോളേജിലെ സാറാ. പുള്ളി കെട്ടിയിട്ടില്ല മോളെ. ഇത് എനിക്കുള്ളതാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. ആയാ നല്ലത്. എന്തോ ആയാലും സണ്ടെ ഫ്ലാറ്റിലെത്തിക്കണം. അല്ലാതെ പുതിയ സാറിന് പിറകെ പോയേക്കരുത്. നോ നോ നോ, സൺഡേ ഞാൻ അവിടെ എത്തിയിരിക്കും.